ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ഡ്രീം ഗേൾസ് സ്റ്റേക്കേഷൻ പാർട്ട് 2. പാർട്ട് 1 എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. രാവിലെ തന്നെ എണീറ്റ് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ കണ്ടത്. നല്ല കായലും മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടിങ്ങും ചേട്ടന്മാരും അങ്ങനെ നല്ല വ്യൂ ആയിരുന്നു. അങ്ങനെ അതൊക്കെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് വന്നത്. ബ്രേക്ക്ഫാസ്റ്റ് 7 o'clock വന്നിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു, നമുക്ക് വിശക്കല്ലോ. അങ്ങനെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ദെൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ബോട്ടിങ്ങും കയാക്കിങ്ങും ചെയ്യാനാട്ടോ. ഫസ്റ്റ് 4 പേര് ബോട്ടിങ് ചെയ്തിട്ടോ, എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കയാക്കിങ് ചെയ്തത്. 2 പേർക്ക് ഓൾറെഡി കയാക്കിങ് ചെയ്യാൻ അറിയാം, അപ്പോൾ അവർ ഓൾറെഡി കയാക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ്. പിന്നെ ഈ കൂട്ടായി കടവ് റിസോർട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ് കേട്ടോ. പിന്നെ എനിക്ക് കയാക്കിങ് ചെയ്യാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, അത് അങ്ങനെ കണ്ട് ചെയ്യാൻ പറ്റി. പിന്നെ ആ കായലിന്റെ സെന്ററിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരു ധൈര്യത്തിലാണ് പോയത്, സ്വിമ്മിങ് ഒക്കെ അറിയാമല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, കയാക്കിംഗ് ഒക്കെ പഠിച്ച് ഇതൊക്കെ ചെയ്തു തരാൻ നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പൂളിൽ പോയി ചാടി. പിന്നെ എനിക്ക് ഇന്നലെ പൂളിൽ ചാടാൻ പറ്റിയിട്ടില്ലല്ലോ, തണുപ്പുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇന്ന് ചാടി. അങ്ങനെ പൂളിത്തെ എൻജോയ്മെന്റും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ ഫുഡ് കഴിക്കാൻ പോയി. ലഞ്ച് ഞങ്ങൾക്ക് നല്ല ചിക്കൻ ബിരിയാണിയും സലാഡൊക്കെ ആയിരുന്നു കേട്ടോ. ഈ റിസോർട്ടുകാർ തരുന്ന ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. 3-4 നേരം ഫുഡ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും റീൽസും ഫോട്ടോസൊക്കെ എടുക്കാനും വേണ്ടിയിട്ട് പുറത്തിറങ്ങി നോക്കിയാൽ പിന്നെ എല്ലായിടത്തും നല്ല ഫ്രെയിം ആട്ടോ. അതുകൊണ്ട് പിന്നെ നല്ല കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാതും എടുത്ത് ഇതിന്റെ ഇടയിൽ ഞങ്ങൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ, ടൈം കഴിയാനായി, ചെക്കൗട്ട് ആവാനായി ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ആ ഒരു ടൈം എത്തി, ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈം എത്തിയപ്പോൾ ഭയങ്കര സങ്കടം എല്ലാവർക്കും. ഇനി ഇങ്ങനെ ഒരു സ്റ്റേക്കേഷൻ, ഇങ്ങനെ ഒരു ട്രിപ്പ് ഇനി എന്നാ ഉണ്ടാവാന്ന് ഇനിയും കാത്തിരിക്കണം. ഇൻഷാല്ലാ ഇനിയും ഞങ്ങൾക്ക് അങ്ങനെ ട്രിപ്പൊക്കെ കൂടാൻ പറ്റട്ടെ. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.